എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം ധനുക്കൂറിന്റെ ഫലമാണ്. ധനുക്കൂർ അതായത് 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അത് ധനുക്കൂറിന്റെ ഫലം. ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് വേഴം 8ഉം 9ഉം ഭാവങ്ങളിലും, ശനി 4ഉം 5ഉം ഭാവങ്ങളിലും, രാഹു 2ഉം 3ഉം ഭാവങ്ങളിലും നിൽക്കുന്ന ഒരു സമയമാണ് ഈ പുതുവർഷ സമയം, ഈ പുതുവർഷക്കാലം. അപ്പോൾ ഗ്രഹങ്ങൾ ഈ പുതുവർഷത്തിൽ ഈ മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രക്കാർക്ക് ഏതെല്ലാം ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോ ഇവരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ പല കാര്യങ്ങളിലും പെട്ടെന്നൊരു ചെറിയ അസുഖം വന്ന് അത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ചികിത്സിച്ചാൽ പെട്ടെന്ന് അതിന്റെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകും. അല്ലാതെ അത് അവിടെ വെച്ചുകൊണ്ടിരുന്ന് പിന്നെ അതൊന്നൊരു പരുവായി കഴിയുമ്പോൾ കൊണ്ട് ചികിത്സിക്കാന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ ചെലവുകൾ കൂടും, പ്രയാസങ്ങൾ വരും, മനക്ലേശങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ദൈവാധീനക്കുറവ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ധനുക്കൂറിന്റെ 8ലാണ്, അഷ്ടമത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയും വരാം. അഷ്ടമത്തിൽ വേഴം നിന്നാ അവിടെ ദൈവാധീനക്കുറവ് പറയാം, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ പുത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുത്രന്മാരിൽ നിന്നും ഇവർക്ക് സൗഭാഗ്യങ്ങൾ കിട്ടാനിടയുണ്ട്. വീട്ടിൽ ഗാർഹികമായ ചെലവ് കൂടാനിടയുണ്ട്. അതായത് വീട്ടിൽ ചെലവ് കൂടുമെന്ന് അർത്ഥം. ധനധാന്യ വസ്ത്ര ആഭരണ ഭാഗ്യങ്ങൾ കിട്ടാനിടയുണ്ട്. ധനധാന്യം മാത്രമല്ല, വസ്ത്രാഭരണങ്ങളും ഇവർക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഈ വർഷത്തിൽ ഉണ്ടാകുന്നതാണ്. 4ലെ ശനി കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഇവരുടെ 4ലാണ്, ഈ രാശിക്കാരുടെ 4 എന്ന് പറഞ്ഞ മീനൻ രാശിയാണ്. ആ മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പൊ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ രക്തസംബന്ധമായ അസുഖങ്ങളും ഇവർക്ക് പിടിപെടാനും സാധ്യതയുണ്ട്. രക്തസംബന്ധമായ അസുഖം. ഭക്ഷണ കാര്യങ്ങളിൽ വർധനയുണ്ടാകുന്ന സമയമാണ്. അപ്പൊ ഭക്ഷണ കാര്യത്തിൽ ഇവർക്ക് മുട്ടുണ്ടാവില്ല. അപ്പൊ അതിലൊരു ദോഷം ഉണ്ടാവില്ല. ഇവർക്ക് ഈ വർഷം ഭക്ഷണം സമൃദ്ധിയായിട്ട് കിട്ടുന്ന ഒരു വർഷമാണ്. ഭക്ഷണ സമൃദ്ധി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. നേത്ര രോഗങ്ങൾ വരാനിടയുണ്ട്. ഇവരെ സംബന്ധിച്ച് കണ്ണിന് അസുഖം വരാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണം, ഇവര് നിലവിലുള്ള ശത്രുക്കളെ കൂടാതെ പുതിയ ശത്രുക്കൾ വരാനും ഇവർക്ക് സാധ്യതയുണ്ട്. ധനപരമായ ഉയർച്ച ഇവരുടെ ഇടയിൽ ഉണ്ടാവും. ധനപരമായ ഉയർച്ച ഉണ്ടാവുന്ന സമയങ്ങളും ഈ വർഷത്തിൽ വന്നു ചേരുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്ന അവസരങ്ങളും വരും. ബന്ധുക്കളിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ കിട്ടും. വാക്കുകൾ മിതമായി പറയണം, ഉപയോഗിക്കണം. ഇവർ വാക്കുകൾ, അതായത് നമ്മുടെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഒരു മിതത്തോടുകൂടി സംസാരിച്ചാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അത് കേൾക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രയാസങ്ങളും അതുവഴി നമുക്ക് ചില ശത്രുദോഷങ്ങളും ഉണ്ടായെന്നും വരാം. പിന്നെ സ്ഥാനമാനങ്ങളും പദവികളും ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്ന സമയം. സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും. പുരസ്കാരങ്ങൾ, പദവികൾ, അവാർഡുകൾ ഇതെല്ലാം ഇവർക്ക് കിട്ടാനായിട്ടും സാധ്യതയുണ്ട്. വർഷാവസാനം ശത്രുശല്യം കുറയാനും
കഴിയും. കാരണം ശത്രുക്കളുടെ ശല്യം ഉണ്ട്, എന്നാൽ അത് വർഷാവസാനത്തിൽ ശത്രു ശല്യം കുറഞ്ഞും വരും. പലവിധ കാര്യങ്ങളിൽ കൂടി ഇവർക്ക് ധനവരവ് ഉണ്ടാവുന്ന ഒരു സമയവും കൂടി ഈ വർഷത്തിൽ. പല വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവർക്ക് ധനം കിട്ടാനായിട്ട് അവസരങ്ങൾ വന്നു ചേരും. ചില മാസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷക്കൊത്ത് ധന ഉയർച്ച ഉണ്ടായില്ല എന്നും വരും. എന്നാൽ ഇവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലർക്ക് ധനവർധന ഉണ്ടാകും, എന്നാൽ പ്രതീക്ഷിക്കുന്ന ചില സമയങ്ങളിൽ ഇവർക്ക് ധന ഉയർച്ച ഉണ്ടായില്ല എന്നും വരാം. ഇതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിലെ വർഷഫലം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോനെ സംബന്ധിച്ചുള്ള കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയിൽ ഇടണം എന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.